അപ്പൊ നമുക്ക് നമ്മുടെ ഡ്യൂക്കൂട്ടനെ എടുത്തിട്ട് നമുക്ക് അപ്പൊ വണ്ടി എടുക്കാൻ പോകുന്നത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി കാണാനായിട്ട് ഇറങ്ങിക്കാണ്. ഞങ്ങൾ വണ്ടി കണ്ടു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ സാഫ്രോൺ ജേണീസിൽ ഒരു മെമ്പറിനെ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഏതാ വണ്ടി എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനും എക്സൈറ്റഡ് ആണ് ഏതാണ് വണ്ടി എന്ന് അറിയാനായിട്ട്. ബസ്സാണെന്ന് എനിക്കറിയാം, പക്ഷെ ബസ്സിൻ്റെ ഏത് മോഡലാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്യൂക്കൂട്ടനെ എടുത്തിട്ട് നമുക്ക് നേരെ കണ്ണഞ്ചാണ്ട വീട്ടിൽ. അവിടെ നിന്ന് ആരൊക്കെ ഉണ്ട് എന്താണെന്നും എനിക്കറിയില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. എന്നാ വണ്ടി എടുക്കണത് അതൊന്നും എനിക്കറിയില്ല. കറക്റ്റ് ഒന്നും ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഒക്കെ ഞാനും നിങ്ങളും സർപ്രൈസിലാണ്. സോ നമുക്ക് കണ്ണഞ്ചാണ്ട വീട്ടിലേക്ക് പോവാം. അപ്പത്തേ ഞങ്ങൾ കാറെടുത്ത് നേരെ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ പോണ വഴി കുറച്ച് കൂട്ടുകാരന്മാരെ കൂടി പിക്കാണ്ട് കണ്ണഞ്ചാട്ടന്റെ അങ്ങനെ ഫ്രണ്ട്സിനെ കയറ്റി വെച്ച് പടച്ചു ഞങ്ങൾ ഷോറൂമിലേക്ക്. അപ്പൊ വണ്ടി എടുക്കാൻ പോകുന്നത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് എന്നാണ്. അപ്പൊ ഈ ഷോറൂം വരുന്നത് മണ്ണുത്തി നടത്തറ റോഡില് ടാറ്റ മോട്ടോഴ്സ്. ഞാനും രാവിലെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഷോറൂമിലേക്ക് കയറാം. ഇപ്പോഴും വണ്ടി ഏതാ മോഡലൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും ഞങ്ങൾ പേപ്പർ വർക്കിന് വേണ്ടി അകത്തേക്ക് കയറാൻ പോകണം. അപ്പൊ പേപ്പർ വർക്കിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി കാണാനായിട്ട് ഇറങ്ങിക്കാണ്. ഇവിടെ കുറെ വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വണ്ടി കണ്ടു. അപ്പൊ കണ്ണഞ്ചേട്ടൻ വണ്ടി ഇരുന്ന് കംഫർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ പിന്നെ ഞാനും നിങ്ങളെ പോലെ തന്നെ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. വണ്ടിയുടെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. പുറമെ ഞാൻ കുറച്ച് റോഡും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഡീലിങ്സ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സ്പേഷ്യസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് പണിയാൻ കൊടുക്കണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കാണാം ശരിക്കും. പക്ഷെ അതിന് മുന്നേ വണ്ടി നമ്മൾ റിവീൽ ചെയ്യും. വണ്ടി പണിത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ റിവീൽ ചെയ്യുന്നതാണ്. എല്ലാവരും ഈ വണ്ടി ഒന്ന് കണ്ടുവച്ചോ. എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് പണിത് കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പും കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞങ്ങൾ പണിയാനായിട്ട് കൊടുക്കാൻ പോകണം. സോ പൊളിക്കും. അതായത് നമ്മുടെ അർബാനിയ കുട്ടനെ കൂടി വന്നിട്ട് ചെക്കനെ സർവീസിന് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ട് ചെക്കൻ. ചെക്കൻ്റെ ഇന്ത്യയിൽ ഒരു രക്ഷയില്ലാട്ടോ. നമുക്ക് നല്ല ലക്ഷറി വൈബ് അടിച്ച് പോവാം. ഫ്രിഡ്ജ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം. അപ്പൊ അവിടെ അകത്ത് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കും. വണ്ടിയുടെ സർവീസ്, വണ്ടിയുടെ ഡീറ്റെയിൽസ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല, അതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. സാഫ്രോൺ ജേണീസിന്റെ അർബാനിയ അല്ലെങ്കിൽ വേണ്ട, പിന്നെ കാണിക്കാം. വണ്ടിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് റിവീൽ ചെയ്യാം. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അയ്യോ, ഇപ്പൊ ഫുള്ള് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ വണ്ടിമ നമ്മുടെ കമ്പനി നെയിം സാഫ്രോൺ ജേണീസ് കമ്പനി നെയിം അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പൊരിഞ്ഞ വെള്ളത്ത് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ വണ്ടി കൊണ്ടിട്ട് അതിന്റെ മേലെ കയറുന്നിട്ടാണ് പേരൊട്ടിച്ചത്. അപ്പൊ ഞാൻ എന്തായാലും വണ്ടി റിവീൽ ചെയ്യാൻ പോണ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ നമ്മ എല്ലാവരും വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്വിച്ചുകൾ, കാര്യങ്ങൾ, അതിന്റെ ഇൻഡിക്കേഷൻസ്, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്യൂബുകളിലെ എയർ വന്നത് ഇത് പെട്ടെന്ന് അടയ്ക്കുമ്പോ സ്പീഡിൽ ഒന്നടയും. ഒന്നിടക്കിടക്ക് റീസെറ്റ് ചെയ്യാൻ പറയാം. ഇത് ഓപ്പൺ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ. എമർജൻസി ഡോർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ആ ഡോറ് അല്ല ആൾക്കാർ കയറിയിട്ട് തുറന്നിട്ടാൽ പോലും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കാൻ പറയാം. ഇതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാം. 18 വേണമെങ്കിൽ 15ലേക്ക് ഇടാം, 20ലേക്ക് വേണമെങ്കിൽ 20ലേക്ക് ഇടാം. AC, ഫാൻ വേണമെങ്കിൽ ഫാൻ കണ്ടാ, അതൊന്ന് നോക്കുക. എല്ലാ സീറ്റിലും ചാർജിങ് ഉണ്ട്. ബോഡി ബിൽഡ് ചെയ്യാൻ പോകണമെങ്കിൽ മാറ്റി വെക്കാൻ നല്ലത്. സർവീസ് ബുക്ക് ഉണ്ട്, മറ്റേ ഫ്രണ്ടില് ഗാർഡ്, വീൽ സ്പാനർ, ട്രയാങ്കിൾ കേട്ടോ. ഇതിന് ഒരു ബോക്സ് ബാക്കിലുണ്ട്. ഗൈസ്, ഈ വണ്ടിയുടെ താക്കോലുകളുണ്ട്. എന്തോരാന്നുണ്ട്, ഒരു കമ്പി ഉണ്ട്. അത് ഡിക്കി തുറക്കാനുണ്ടാകും. അത് പോയി കഴിഞ്ഞാൽ ഡിക്കി തുറക്കാൻ പറ്റാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വേറെ ഒരു സ്പെയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കുറച്ച് റീൽസും കാര്യങ്ങളും എടുക്കാനൊക്കെ ഉണ്ട്. കുറച്ച് റണ്ണിങ് ഷോട്ടും അത് ഇതൊക്കെ വേണം. വണ്ടിയുടെ ഡെലിവറി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോർട്രേറ്റ് ആയതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് വീഡിയോയിൽ പോർട്രേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല. അങ്ങനെ ഞാനും രാവിലെ കൂടി ഞാൻ നമ്മുടെ കാർ എടുത്തിട്ട് നേരെ നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് ഷോട്ട് എടുക്കാനായിട്ട് ഹൈവേയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ കുറെ റണ്ണിങ് ഷോട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലിയേക്കല ടോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ആദ്യം പാലിയേക്കല ടോൾ കിടക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ബസ് പണിയാൻ കൊടുക്കാൻ പോകണം. നമ്മൾ 3 വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തിച്ചെന്നിരിക്കുന്നത് നമ്മുടെ ജെറുസലേം ബസ് ബോഡി ബിൽഡേഴ്സിന്റെ അടുത്താണ്. ഇവിടുത്തെ വണ്ടികളുടെ എല്ലാത്തരം പണികളും ചെയ്യും. എത്ര ബസ്സുകളാണ് നോക്കുക ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെക്കന്റെ ലുക്ക് കണ്ട ഇപ്പൊ ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞൊരു വരവ് വരണ്ടവൻ. ഇതെങ്ങോട്ടാ? എന്നപ്പോ പണം തേഞ്ഞ് കിട്ടും? 50 ദിവസം പിടിക്കൂല.
ഇത് ഹൈറ്റ് നമ്മള് ഹൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കാലും വേണം നിക്കാം. ഇപ്പൊ പുതിയ വണ്ടികൾക്ക് AC വണ്ടിക്ക് ഈ സാധനത്തിനൊക്കെ അവിടെ എന്തായാലും വലിയ ഡിസ്കസിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ നേരം കൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ വെയിറ്റിനനുസരിച്ചാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമുക്കിനി മറ്റേ പാട്ടിട്ട് റീലാക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താക്കോലിന്റെ കിറ്റ്. ഈ കിറ്റില് ഈ കമ്പി കണ്ട, ആ കമ്പിയാണ് മറ്റേ ഡിക്കി തുറക്കാനുള്ള താക്കോല്. പുള്ളിക്കാരൻ താക്കോല് സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളണം, നമ്മുടെ വണ്ടീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളണം. ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ.